ഏവർക്കും നമസ്കാരം. നമ്മുടെ 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ അവധാനേന കർത്തവ്യം എന്ന പാഠം എല്ലാവരും പഠിച്ചു കാണും. ഈ പാഠഭാഗം നല്ലപോലെ വായിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി ആശയമൊക്കെ മനസ്സിലാക്കി ഈ പാഠത്തിൻ്റെ ഗുണപാഠം എല്ലാവരും മനസ്സിലാക്കി കാണുമെന്നറിയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അപ്പോൾ ഈ പഠന പ്രവർത്തന ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് പദച്ഛേദഃ എന്ന ഭാഗമാണ്. ശ്രദ്ധിക്കുക, പദച്ഛേദഃ. ആദ്യത്തെ പദം കോപി. കോപി, ആ പദത്തെ പദച്ഛേദം ചെയ്തിരിക്കുന്നു. കഹ പ്ലസ് അപി. കഹ പ്ലസ് അപി. കോപി കഹ പ്ലസ് അപി. രണ്ടാമത്തെ പദം കിമപി. കിമപി, കിം പ്ലസ് അപി. കിം പ്ലസ് അപി. കിമപി, കിം പ്ലസ് അപി. പദച്ഛേദ എന്ന ഭാഗത്ത് നിങ്ങൾ പരിചയപ്പെട്ട 2 പദച്ഛേദ പദങ്ങളുണ്ട്. അവയിലെ കോപി എന്ന സംശ്ലിഷ്ട പദത്തെ, കൂടിച്ചേർന്ന പദത്തെ പദച്ഛേദം ചെയ്ത മാതൃകയിൽ ചെയ്ത് പരിശീലിക്കുന്നതിനായി 3 സംശ്ലിഷ്ട പദങ്ങൾ, ഒരുമിച്ചുള്ള പദങ്ങൾ ഇവിടെ നൽകുന്നു. ഒന്നാമത്തെ പദം കോത്ര. കോത്ര, ഈ സംശ്ലിഷ്ട പദത്തെ പദച്ഛേദം ചെയ്യുക. രണ്ടാമത്തെ പദം സോപി. സോപി. മൂന്നാമത്തെ പദം കോയം. കോയം. അപ്പോൾ കോപി എന്ന പദത്തെ പദച്ഛേദം ചെയ്ത പോലെ ഇവിടെ നൽകിയിട്ടുള്ള 3 പദങ്ങളെയും 3 സംശ്ലിഷ്ട പദങ്ങളെയും പദച്ഛേദം ചെയ്ത് പരിശീലിക്കുക. അടുത്തതായി കിമപി എന്ന സംശ്ലിഷ്ട പദത്തെ പദച്ഛേദം ചെയ്ത മാതൃകയിൽ ചെയ്യുന്നതിനായി 3 സംശ്ലിഷ്ട പദങ്ങൾ നൽകുന്നു. ഒന്നാമത്തെ പദം കമപി. കമപി. രണ്ടാമത്തെ പദം കിമത്ര. കിമത്ര. മൂന്നാമത്തെ പദം കിമാസീത്. കിമാസീത്. അപ്പോൾ ഈ 3 പദങ്ങളെയും കിമപി എന്ന പദം പദച്ഛേദം ചെയ്ത മാതൃകയിൽ പദച്ഛേദം ചെയ്ത് പരിശീലിക്കുക. അടുത്തത് വിഗ്രഹ എന്ന ഭാഗമാണ്. വിഗ്രഹ. ശ്രദ്ധിക്കുക, ആദ്യത്തെ സമസ്ത പദം, അതായത് സമസ്ത പദവും അതിൻ്റെ വിഗ്രഹവാക്യങ്ങളുമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ സമസ്ത പദം ഗുഹാമുഖേ. ഗുഹാമുഖേ, ഗുഹയുടെ മുൻവശത്ത് എന്നർത്ഥം, ഗുഹയ്ക്ക് മുൻപിൽ എന്നർത്ഥം. ആ സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം നൽകിയിരിക്കുന്നു. ഗുഹായാഹ മുഖേ. ഗുഹായാഹ മുഖേ. ഗുഹായാഹ, ഗുഹയുടെ മുഖേ, മുൻപിൽ, മുൻവശത്ത് എന്നർത്ഥം. ഗുഹാമുഖേ, ഗുഹായാഹ മുഖേ. രണ്ടാമത്തെ പദം പാദചിഹ്നാനി. പാദചിഹ്നാനി, കാൽപ്പാടുകൾ, കാലടയാളങ്ങൾ എന്നർത്ഥം. ആ സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം നൽകിയിരിക്കുന്നു. പാദാനാം ചിഹ്നാനി. പാദാനാം ചിഹ്നാനി. പാദാനാം, പാദങ്ങളുടെ, ചിഹ്നാനി, അടയാളങ്ങൾ. പാദചിഹ്നാനി, പാദാനാം ചിഹ്നാനി. അടുത്ത പദം ഗുഹാന്തരം. ഗുഹാന്തരം, മറ്റൊരു ഗുഹയിലേക്ക് എന്നർത്ഥം. ആ പദത്തിൻ്റെ വിഗ്രഹവാക്യം നൽകിയിരിക്കുന്നു. അന്യാ ഗുഹ. അന്യാ ഗുഹ. ഗുഹാന്തരം, അന്യാ ഗുഹ, മറ്റൊരു ഗുഹ. അടുത്ത പദം സിംഹഗർജനം. സിംഹഗർജനം, സിംഹത്തിൻ്റെ ഗർജനം എന്നർത്ഥം. സിംഹഗർജനം. സിംഹസ്യ ഗർജനം. വിഗ്രഹവാക്യം സിംഹസ്യ ഗർജനം. സിംഹസ്യ, സിംഹത്തിൻ്റെ ഗർജനം, ഗർജനം. സിംഹഗർജനം, സിംഹസ്യ ഗർജനം. പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾ പരിചയപ്പെട്ട
വിഗ്രഹഭാഗം, അതായത് സമസ്ത പദവും അവയുടെ വിഗ്രഹവാക്യങ്ങളും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് പരിശീലിക്കുന്നതിനായി കുറച്ച് വാക്കുകൾ, സമസ്ത പദങ്ങൾ ഇവിടെ നൽകുകയാണ്. ഗുഹാമുഖേ, ഗുഹായാഹ മുഖേ, ഈ വിഗ്രഹവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതിനായി 3 പദങ്ങൾ, സമസ്ത പദങ്ങൾ നൽകുന്നു. ഒന്നാമത്തെ പദം ഗുഹാ കവാടേ, ഗുഹാ കവാടേ, ഗുഹാ കവാടേ, ഗുഹാ കവാടത്തിൽ എന്നർത്ഥം. രണ്ടാമത്തെ പദം ഗുഹാ സമീപേ, ഗുഹാ സമീപേ, ഗുഹാ സമീപത്ത് എന്നർത്ഥം. മൂന്നാമത്തെ പദം കക്ഷാ പ്രകോഷ്ഠേ, കക്ഷാ പ്രകോഷ്ഠേ, ക്ലാസ് മുറിയിൽ എന്നർത്ഥം. ഗുഹാമുഖേ എന്ന പദം എപ്രകാരമാണോ വിഗ്രഹവാക്യത്തിൽ എഴുതിയത് ആ വിധം ഈ 3 പദങ്ങളെയും വിഗ്രഹവാക്യങ്ങൾ എഴുതി പരിശീലിക്കുക. രണ്ടാമത്തെ പദമായിരുന്നു പാദചിഹ്നാനി, കാൽപ്പാടുകൾ എന്നർത്ഥം വരുന്ന ആ സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം എഴുതിയ മാതൃകയിൽ എഴുതുന്നതിനായി 3 സമസ്ത പദങ്ങൾ നൽകുന്നു. ആദ്യത്തെ പദം പാദദൃശ്യാനി, പാദദൃശ്യാനി, പാദത്തിൻ്റെ അടയാളങ്ങൾ, കാഴ്ചകൾ എന്നർത്ഥം. അടുത്ത വാക്ക് സൂനചിത്രാണി, സൂനചിത്രാണി, പൂക്കളുടെ ചിത്രങ്ങൾ എന്നർത്ഥം. മൂന്നാമത്തെ പദം കഥാപുസ്തകാനി, കഥാപുസ്തകാനി, കഥാപുസ്തകങ്ങൾ എന്നർത്ഥം. ഈ 3 പദങ്ങളെയും വിഗ്രഹവാക്യങ്ങൾ എഴുതി പരിശീലിക്കുക. പാദചിഹ്നാനി എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം എഴുതിയ അതേ മാതൃകയിൽ ഈ 3 പദങ്ങളുടെയും വിഗ്രഹവാക്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അടുത്തത് ഗുഹാന്തരം, അന്യ ഗുഹ, ഗുഹാന്തരം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹവാക്യം അന്യ ഗുഹ എന്നായിരുന്നു. ഗുഹ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ പദങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഗുഹ എന്നത് സ്ത്രീലിംഗ പദമാണ്. എങ്ങനെയാണത് സ്ത്രീലിംഗ പദമായി മാറുന്നത് എന്നെല്ലാം കഴിഞ്ഞ പാഠത്തിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്യ ഗുഹ, ഗുഹ എന്നുള്ളത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് ഗുഹാന്തരം എന്ന സമസ്ത പദം വിഗ്രഹവാക്യത്തിൽ എഴുതുമ്പോൾ അന്യ ഗുഹ, രണ്ടും സ്ത്രീലിംഗ പദം. ഗുഹ എന്നതിൻ്റെ ഒരു വിശേഷണമാണ് അന്യ എന്നുള്ള പദം. ആ വിധം അത് മനസ്സിലാക്കുക. അതേ മാതൃകയിലുള്ള മറ്റൊരു പദമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അധികമായി നൽകിയിരിക്കുന്ന 2 പദങ്ങളിൽ ആദ്യത്തെ പദം ശ്രദ്ധിക്കുക. ഗ്രാമാന്തരം, മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്നർത്ഥം. അന്യഹ ഗ്രാമഃ, അന്യഹ ഗ്രാമഃ, മറ്റൊരു ഗ്രാമം എന്നർത്ഥം. അന്യഹ ഗ്രാമഃ, ഇവിടെ ഗ്രാമശബ്ദം പുല്ലിംഗ ശബ്ദമാണ്. അതെപ്രകാരമാണ് മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ ഗ്രാമശബ്ദത്തിൻ്റെ വിശേഷണമാണ് അന്യഹ എന്നുള്ളത്. അപ്പോൾ അതും പുല്ലിംഗമായി തന്നെ എഴുതുക. ഗ്രാമാന്തരം എന്ന സമസ്ത പദം, അന്യഹ ഗ്രാമഃ എന്നത് വിഗ്രഹവാക്യം. അടുത്ത പദം ഗൃഹാന്തരം, മറ്റൊരു വീട് എന്നർത്ഥം. അന്യത്ത് ഗൃഹം, അന്യത്ത് ഗൃഹം. ഗൃഹം എന്നത് നപുംസകലിംഗ പദമാണ്. അതുകൊണ്ട് അതിൻ്റെ വിശേഷണമാകുന്ന അന്യശബ്ദവും നപുംസകലിംഗ മാതൃകയിൽ എഴുതുക. അന്യത്ത് ഗൃഹം. ഇവിടെ പരിചയപ്പെട്ട ഗുഹാന്തരം, ഗ്രാമാന്തരം, ഗൃഹാന്തരം എന്നിങ്ങനെയുള്ള സമസ്ത പദങ്ങളും അവയുടെ വിഗ്രഹവാക്യങ്ങളും എപ്രകാരമാണോ തയ്യാറാക്കിയിട്ടുള്ളത്, എഴുതിയത്, അതുപോലെ എഴുതുന്നതിനായി പരിശീലിക്കുന്നതിനായി മറ്റ് 3 പദങ്ങൾ നൽകുകയാണ്, സമസ്ത പദങ്ങൾ നൽകുകയാണ്. അവയുടെ വിഗ്രഹവാക്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പദം മാലാന്തരം, മാലാന്തരം, മറ്റൊരു മാല എന്നർത്ഥം. രണ്ടാമത്തെ പദം വൃക്ഷാന്തരം, വൃക്ഷാന്തരം, മറ്റൊരു വൃക്ഷം, മരം എന്നർത്ഥം. അടുത്ത പദം വനാന്തരം, വനാന്തരം, മറ്റൊരു വനം എന്നർത്ഥം. അപ്പോൾ ഈ 3 പദങ്ങളുടെയും വിഗ്രഹവാക്യങ്ങൾ എഴുതാനായിട്ട് പരിശ്രമിക്കുക. സിംഹഗർജനം എന്നൊരു സമസ്ത പദവും അതിൻ്റെ വിഗ്രഹവാക്യവും നിങ്ങൾ പരിചയപ്പെട്ടു. അതേ മാതൃകയിൽ എഴുതി പരിശീലിക്കുന്നതിനായിട്ട് 3 വാക്കുകൾ നൽകുകയാണ്. ഒന്നാമത്തെ വാക്ക് സിംഹരോദനം,
സിംഹരോദനം, സിംഹത്തിൻ്റെ കരച്ചിൽ എന്നർത്ഥം. രണ്ടാമത്തെ പദം ഗജഗമനം, ഗജഗമനം ആനയുടെ പോക്ക് എന്നർത്ഥം, ആന പോകുന്നതിനെ സൂചിപ്പിക്കുന്നത്. അടുത്ത പദം ജംബുകബുദ്ധി, ജംബുകബുദ്ധി കുറുക്കൻ്റെ ബുദ്ധി എന്നർത്ഥം. അപ്പോൾ ഈ 3 പദങ്ങളുടെയും വിഗ്രഹവാക്യങ്ങൾ എഴുതുക. അടുത്തതായി വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ് പരിചയപ്പെടുന്നത്. ഈ കഥയുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നിർദ്ദേശം വായിക്കാം. കഥായാഹ ആശയാനുസാരം പദം ചിത്രേണ സഹ യോജയതു. കഥായാഹ കഥയുടെ ആശയാനുസാരം ആശയമനുസരിച്ച് പദം വാക്ക് ചിത്രേണ സഹ ചിത്രത്തോടൊപ്പം യോജയതു യോജിപ്പിക്കൂ. 4 പദങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. വിവേകി, ആദ്യത്തെ പദം വിവേകി ബുദ്ധിമാൻ എന്നർത്ഥം. രണ്ടാമത്തെ പദം ബുഭുക്ഷിതഃ വിശന്ന് വലഞ്ഞവൻ എന്നർത്ഥം. മൂന്നാമത്തെ പദം ഗർജതി ഗർജിക്കുന്നു എന്നർത്ഥം. നാലാമത്തെ പദം പാദചിഹ്നാനി പശ്യതി കാൽപ്പാടുകളെ കാണുന്നു എന്നർത്ഥം. അപ്പുറത്ത് സിംഹത്തിൻ്റെയും കുറുക്കൻ്റെയും ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വായിച്ച് ആശയം പറഞ്ഞ 4 പദങ്ങൾ ഈ ചിത്രങ്ങളിൽ ആർക്കൊക്കെ നേരെയാണോ യോജിക്കുന്നത് ആ ചിത്രങ്ങൾക്ക് നേരെ വരച്ച് യോജിപ്പിക്കുക എന്നതാണ് പ്രവർത്തനം. വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ് ഇത്. അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലെ ആദ്യത്തെ പ്രവർത്തനം ശ്രദ്ധിക്കുക. കാട്ടിലെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് നിറം നൽകുന്നതിനും ആ ചിത്രത്തിൽ ഏതെല്ലാം മൃഗങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നതിനുമാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊന്ന് വായിക്കാം. ഉചിത വർണ്ണലേപനം കരോതു, ശരിയായ വിധം നിറം കൊടുക്കൂ എന്നർത്ഥം. ചിത്രേ കേ കേ സന്തി ഇതി വദതു, ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട് എന്ന് പറയൂ എന്നതാണ് പ്രവർത്തനം. കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷിമൃഗാദികളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാഠത്തിൽ ഇവിടെ കാണുന്ന മൃഗങ്ങളുടെ എല്ലാം പേരുകൾ സംസ്കൃതത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. ആ വട്ടം വരച്ച് കാണിച്ചിട്ടുള്ള ആ പക്ഷി ഏതാണ്? മയൂരഹ, മയിലാണ് അത്. മയിലിനെ സംസ്കൃതത്തിൽ പറയുന്നു മയൂരഹ. അടുത്തതായി വട്ടത്തിൽ കാണുന്ന മൃഗമേതാണ്? കരടിയാണ് അത്. കരടിക്ക് പറയുന്നു ഭല്ലൂകഹ, ഭല്ലൂകഹ. അടുത്തതായി കടുവയാണ് വട്ടത്തിൽ കാണുന്നത്. കടുവയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നു വ്യാഘ്രഹ, വ്യാഘ്രഹ. അടുത്തതായി വട്ടത്തിൽ കാണുന്ന മൃഗം ആനയാണ്. ആനയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നതാണ് ഗജഹ, ഗജഹ. അടുത്തതായി നമ്മൾ സിംഹത്തെയാണ് കാണുന്നത്. സിംഹത്തിന് സംസ്കൃതത്തിൽ പറയുന്നു സിംഹഹ, സിംഹഹ. അടുത്തതായി നമ്മൾ കാണുന്നത് കുറുക്കനെയാണ്. കുറുക്കന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ജംബുകഹ, ജംബുകഹ, ശൃഗാലഹ എന്നും പറയും. അടുത്തതായി നമ്മൾ കാണുന്നു മാനിനെയാണ്. മാനിന് സംസ്കൃതത്തിൽ പറയുന്നു ഹരിണഹ, ഹരിണഹ. അടുത്തതായി കുരങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കുരങ്ങനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വാനരഹ, വാനരഹ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന പഠന പ്രവർത്തനങ്ങൾ. ഇനിയും പഠന പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെട്ട എല്ലാ പഠന പ്രവർത്തനങ്ങളും നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക, നല്ലപോലെ ചെയ്ത് പരിശീലിക്കുക. മറ്റുള്ള പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി, നമസ്കാരം.